അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറുന്നു. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായി അമേരിക്ക ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. തുടർച്ചയായ 10ാം ദിവസമാണ് അമേരിക്ക ഇറാനിൽ കനത്ത ആക്രമണം തുടരുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. അമേരിക്കൻ സൈനികരുടെ മരണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാനിലും ഇറാഖിലുമായി കൊല്ലപ്പെട്ട 3 സൈനികർക്കുള്ള ആദരസൂചകമായി ഇറാനിൽ അതിശക്തമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയത് എന്ന് ട്രംപ് വ്യക്തമാക്കി. ജോർദാനിലെ മുവാഫ സാൾട്ടി സൈനിക താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടെക്സാസിൽ നിന്നുള്ള പ്രൈവറ്റ് ഇസബെല്ല ഗോൺസാലസ്, ഹവായിൽ നിന്നുള്ള ലഫ്റ്റനന്റ് ടൈലർ ജെയിംസ് ഫിഹാൻ എന്നിവരെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞു. ആക്രമണത്തിൽ കാണാതായ 3ാമത്തെ സൈനികന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനും പ്രത്യാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ 2 എണ്ണ ടാങ്കറുകൾക്കും ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുമായി ഇപ്പോൾ നടക്കുന്നത് ഒരു പൂർണ്ണ യുദ്ധമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചു. എന്നാൽ വെടിനിർത്തൽ കരാർ തകർന്നുവെങ്കിലും ഇടനിലക്കാർ മുഖേന ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ആശയവിനിമയം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് ടെഹ്റാൻ അറിയിച്ചു. ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, നാവിക കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം തുടരുകയാണെന്നും അവർ വ്യക്തമാക്കി. ആക്രമണത്തിനിരയായ 2 എണ്ണ ടാങ്കറുകളിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഇറാൻ പ്രതികരിച്ചു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ അജ്ഞാത മിസൈൽ പതിച്ചതിനെ തുടർന്ന് ഒരു കപ്പലിലെ ജീവനക്കാർക്ക് കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വന്നതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. സംഘർഷം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. അതിർത്തി കടന്നെത്തിയ 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യം അറിയിച്ചു. കുവൈറ്റും ഇറാനിയൻ ഡ്രോണുകൾ തടഞ്ഞു. തങ്ങളുടെ വ്യോമ ഗതാഗത സംവിധാനങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യക്തമാക്കി. അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാന നഗരങ്ങളായ തബ്രീസ്, ചബഹാർ, കൊനാരക്, ബന്ദർ മഹ്ഷഹർ, ബന്ദർ ഇമാം ഖൊമേനി എന്നിവിടങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.